പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ച പോലെ ഗബ്രി ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇതൊരു 100% കൺഫേംഡ് ആയ ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്നൊരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം. വീഡിയോ എടുത്ത് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ പ്രോമോ വേറൊന്നല്ല, ഈ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രം പറയുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ. അതായത് ഗബ്രി, ജാസ്മിൻ, അതുപോലെ തന്നെ അൻസിബ, ഋഷി, ഇവർ 4 പേരെടുത്താന്ന് തോന്നുന്നു, എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവർ നമ്മുടെ ഗാർഡൻ ഏരിയയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്, അത് സ്ക്രാച്ച് ചെയ്യണം. അപ്പൊ അതിനകത്ത് അൻസിബും ഋഷിയും സേവ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനാണ്. അപ്പൊ അവരെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുപോകും, നമ്മുടെ മറ്റേ ഗെയിം കളിക്കുന്ന സ്ഥലം, ഞാൻ പേര് മറന്നു, അതിനകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു കട്ടൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പകുതി ഇങ്ങനെ നീക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജാസ്മിൻ ഉണ്ട്, ഗബ്രി ഉണ്ട്, അതിനകത്ത് എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ആരുടെ ആ ഫോട്ടോ ഒന്നും കാണിച്ചിട്ടില്ല. എന്നിട്ട് ക്യാപ്ഷനാണ് ആരാണ് ഇന്ന് ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗബ്രി തന്നെയാണ് പോകുന്നത്. ജാസ്മിൻ എന്തായാലും പോകാൻ ചാൻസ് കുറവാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗബ്രി പോകാനാണ് ചാൻസ് കൂടുതൽ, ഗബ്രി ആണ് ഔട്ട് ആവുന്നതെന്നും പറഞ്ഞിട്ട്. കാരണം പ്രേക്ഷകരുടെ കുറച്ച് വോട്ട് കുറവ് ഗബ്രിക്ക് തന്നെയാണ്. കാരണം ഗബ്രി എന്ന് പറഞ്ഞ പ്ലെയർ ഗെയിമർ തന്നെയാണ്. പക്ഷെ അതൊരു നെഗറ്റീവ് ഗെയിം ആയിപ്പോയി ഗബ്രിയുടെ ഗെയിം. കാരണം ജാസ്മിൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും പ്രേക്ഷകർക്ക് എല്ലാവരുടെയും ആഗ്രഹം ഗബ്രി പുറത്തു പോകണം തന്നെയായിരുന്നു. ഇന്നത്തെ ഒരു ഇതിൽ ഗബ്രിയാണ് പുറത്തു പോകുന്നത്. രണ്ടുപേരും എന്തായാലും പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് കൺഫേം അല്ല, എന്നാലും രണ്ടുപേർ പോകുന്നു എനിക്ക് തോന്നുന്നു. ഗബ്രി എന്തായാലും പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ കൂടുതൽ അപ്ഡേഷൻ എല്ലാം കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.